എല്ലാ വീട്ടമ്മമാർക്കും ഉപകാരമുള്ള കുറച്ച് ടിപ്സായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. കുറച്ച് ചെറിയ ചെറിയ ടിപ്സുകളാണ്, വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ ടിപ്സുമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. എന്തൊക്കെയാണെന്നൊന്ന് നോക്കിയാലോ. നമ്മൾ മുട്ട പുഴുങ്ങണത് ഒന്നുകിൽ കുക്കറിലായിരിക്കാം, ഇല്ല പാത്രങ്ങളിലായിരിക്കാം. അപ്പോൾ ഈ മുട്ട വെച്ച് കഴിഞ്ഞിട്ട് അത് ഒന്ന് തിളച്ച് വരുമ്പോൾ, വെള്ളം ഒഴിച്ച് ഒന്ന് തിളച്ച് വരുമ്പോൾ തമ്മിൽ ടച്ച് ചെയ്തിട്ട് അതൊന്ന് പൊട്ടിപ്പോകുന്നതൊക്കെ കാണാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ആ മഞ്ഞക്കരുമൊക്കെ ചിലപ്പോൾ പുറത്തേക്ക് വരും. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിങ്ങൾ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് മുട്ട പുഴുങ്ങുകയാണ് എങ്കിൽ ഒന്നും നമ്മൾ എങ്ങനെയാണോ വെച്ചത് അതേപോലെ തന്നെ മുട്ട ഉണ്ടാകുകയും ചെയ്യും. മാത്രമല്ല ഒന്നും പൊട്ടിപ്പോകാതെ തന്നെ നമുക്ക് മുട്ട കിട്ടുകയും ചെയ്യും. അങ്ങനെ കുക്കറിൽ പുഴുങ്ങുന്നവർ മുട്ട ആദ്യത്തെ വിസിൽ വരുന്നതിന് മുന്നേ തന്നെ ഒന്ന് ഓഫാക്കി വെച്ചാൽ ആ മുട്ടയുടെ മഞ്ഞക്കരുവിന് നമുക്കൊരു ചെറിയ ബ്ലാക്ക് കളർ വരുമല്ലോ, അതില്ലാതെ നല്ല യെല്ലോ കളറിൽ തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ മുട്ട ഇങ്ങനെ ഒന്ന് പുഴുങ്ങി നോക്ക്. അപ്പോൾ നമുക്ക് മുട്ട പൊട്ടാതെ തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ അടുത്ത ടിപ്പ് ഒന്ന് നോക്കിയാലോ. അപ്പോൾ എല്ലാവർക്കും പല്ലുവേദന വരാറുണ്ടല്ലേ. അപ്പോൾ പല്ലുവേദന വരുമ്പോൾ നമ്മൾ ഒന്നുകിൽ ഗ്രാമ്പൂ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിലുള്ള കർപ്പൂരം അങ്ങനെയുള്ളതൊക്കെയാണ് വെക്കാറ്, അല്ലെങ്കിൽ ഇഞ്ചിയോ അല്ലെങ്കിൽ വെളുത്തുള്ളിയൊക്കെ ചതച്ചിട്ടായിരിക്കും വെക്കാറ്. അപ്പോൾ ഈ ചെടി നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ ഇതിൻ്റെ തണ്ട് ഒന്ന് പൊട്ടിച്ചിട്ട് ഒന്നെങ്കിൽ പല്ലിൽ വെച്ചിട്ട് തന്നെ ഒന്ന് കടിച്ചൊതുക്കിയിട്ട് നമ്മുടെ പല്ലിൻ്റെ ഇടയിൽ വെക്കുക. എവിടെയാണോ പല്ലിന് വേദന എന്ന് വിചാരിച്ചാൽ അവിടെ വെക്കാം. ഇല്ല എങ്കിൽ ഇതിൻ്റെ ഇലയുടെ തണ്ടായാലും കടിച്ചിട്ട് ഒന്ന് പല്ലിന് വെക്കുക. ഇല്ലെങ്കിൽ ഒരു കല്ലിലിട്ട് ചതച്ചിട്ട് വെച്ചാലും മതി കേട്ടോ. അപ്പോൾ ഗ്രാമ്പുമൊക്കെ വെക്കുമ്പോൾ, ഗ്രാമ്പും നമ്മുടെ കർപ്പൂരമൊക്കെ വെക്കുമ്പോൾ കുറേ കഴിയുമ്പോൾ പല്ലൊന്നും പൊടിഞ്ഞു പോകുന്ന ഒരവസ്ഥ വരാറുണ്ട്. അപ്പോൾ ഇത് വെക്കുമ്പോൾ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. പെട്ടെന്ന് ഇതിൻ്റെ നീരും പല്ലിന് ഉണ്ടാകുന്ന ആ നീരും വേദനയൊക്കെ നമുക്ക് കുറഞ്ഞു കിട്ടും. ഇതിൻ്റെ വിത്തോ അല്ലെങ്കിൽ ചെടിയുടെ തണ്ടോ നമുക്ക് നട്ടിട്ട് ഈ ചെടി ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ഇതിന് നല്ല ഗ്രാമ്പൂനൊക്കെ ഉണ്ടാകുന്ന നല്ലൊരു തരിപ്പാണ് അനുഭവപ്പെടുക. ഇതിൻ്റെ ഇലയൊന്ന് നമ്മൾ നാവിൽ വെച്ച് കടിക്കുകയാണെങ്കിൽ ആ നാവൊക്കെ നല്ല തരിച്ചു പോകും നമ്മൾക്ക്. അപ്പോൾ ഈ ചെടീൻ്റെ ഈ തണ്ട് നമ്മളിങ്ങനെ വെക്കുമ്പോൾ ആ തരിപ്പ് കാരണം അതിനുള്ള വേദനയും നീരും ഒക്കെ നമുക്ക് കുറഞ്ഞു കിട്ടും. അപ്പോൾ ഇല്ലാത്തവർ ഈ ചെടികൾ എവിടെന്നെങ്കിലും കണ്ടാൽ നിങ്ങൾ വീട്ടിലൊന്നും ഒരു ചെറിയ കഷ്ണം കൊണ്ട് നട്ടാൽ മതി. ഒത്തിരി ഉണ്ടാവും. മാത്രമല്ല ഇതിന് പ്രത്യേകിച്ച് വളമോ മറ്റു കാര്യങ്ങളോ നമ്മളൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ചെടി കിട്ടുകയാണെങ്കിൽ എല്ലാവരും ഇതൊന്ന് ചെയ്തു നോക്ക് കേട്ടോ. വളരെ പെട്ടെന്ന് നമ്മുടെ പല്ലിലുണ്ടാവുന്ന വേദനയും നീരും ഒക്കെ കുറഞ്ഞു കിട്ടാൻ സഹായിക്കുന്ന ഒരു ചെടിയാണ്. ഇതാണ് ഇതിൻ്റെ പൂവ്. ഇത് ഉണങ്ങിയിട്ടാണ് ഇതിന് വിത്ത് ഉണ്ടാവുന്നത്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നാട്ടുമ്പുറങ്ങളിലൊക്കെ ഈ ചെടി ധാരാളമായിട്ട് കാണും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് നോക്കൂ. അപ്പോൾ അടുത്ത ടിപ്പ് നമുക്കൊന്ന് പരിചയപ്പെടാം. നമ്മളിപ്പോൾ പച്ചക്കറികളൊക്കെ സാധനങ്ങളൊക്കെ കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വരുമ്പോൾ ഈ നല്ലപോലെ ടൈറ്റ് ആക്കിയിട്ടായിരിക്കും കൊണ്ടുവരിക, പിന്നെ കവറിലൊക്കെ. പിന്നീട് നമുക്ക് ഈ കവർ അഴിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഒന്നുകിൽ കത്തിയൊക്കെ എടുത്ത് മുറിച്ച് കളയാണ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ നമ്മൾ ഒന്ന് ടൈറ്റ് ആക്കിയിട്ട് ഫസ്റ്റ് ഒന്ന് ടൈറ്റ് ആക്കിയിട്ട് ഇതുപോലെ തിരിച്ച് ഇതിൻ്റെ ഈ നമ്മൾ കെട്ടിയ ഭാഗത്തുനിന്ന് ഇതുപോലെ ഒന്ന് അകത്തി കൊടുക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് നമ്മൾക്ക് ഈ കവറുകളിൽ എത്ര ടൈറ്റായ കവറുകളിലും നമുക്ക് അഴിച്ചെടുക്കാൻ പറ്റും. വളരെ പെട്ടെന്ന് തന്നെ അഴിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് അഴിച്ചെടുക്കാൻ പറ്റും. ഈ ചെടി നമ്മുടെ നാട്ടുമ്പുറങ്ങളിലൊക്കെ കാണുന്ന കാട്ടുതുളസി, കാട്ടുതൃത്താവ് എന്ന് പറയുന്ന ചെടിയാണ്. ഇത് പനി, ജലദോഷം, കഫക്കെട്ടിനൊക്കെ നല്ലൊരു ഔഷധമാണ്. ഇതിൻ്റെ വേരും തണ്ടും ഒക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. കഷായം വെച്ച് കുടിക്കാനൊക്കെ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇത് കൊതുക് ശല്യത്തിനെല്ലാം വളരെ നല്ല ഒരു ചെടിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇത് ഉപയോഗിക്കുന്നത് നമ്മുടെ അരിയിലെ വണ്ടിനെയും ചെള്ളിനെയും ഒക്കെ തുരത്താൻ പറ്റിയ ഒരു ചെടി കൂടിയാണിത്. അപ്പോൾ ഇത് നമ്മൾ വണ്ടിനെയൊക്കെ കളഞ്ഞതിന് ശേഷം ഈ പാത്രത്തിലേക്ക് അരി ഇടുന്നതിന് മുന്നേ പാത്രത്തിൻ്റെ അടിഭാഗത്ത് കുറച്ച് ഇത് പിച്ചിട്ട് ഇട്ട് കൊടുക്കുക. പച്ചയ്ക്ക് തന്നെ ഇട്ട് കൊടുക്കുക. ഇത് ഉണങ്ങിയിട്ടിടേണ്ട ആവശ്യമില്ല. അതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് കുറച്ച് അരി ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ചും കൂടി ഇട്ട് കൊടുക്കുക. കാരണം എന്ന് വെച്ചാൽ വണ്ട് മുകളിലും താഴെയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. മാത്രമല്ല ഈ അരി കഴിയണത് വരെ പിന്നീട് നമുക്ക് ഈ വണ്ടിൻ്റെ ശല്യം ഉണ്ടാവുകയില്ല കേട്ടോ. മറ്റു പല സാധനങ്ങളും നമ്മൾ ഇതിലേക്ക് അരിയിലായാലും പയറുവർഗ്ഗങ്ങളിലൊക്കെ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ കുറച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സ്മെല്ലൊക്കെ പോകും. പക്ഷേ ഇത് ഉണങ്ങിക്കഴിഞ്ഞാലും ഈ ഇലയുടെ സ്മെല്ല് നമുക്ക് നഷ്ടപ്പെടില്ല. മാത്രമല്ല ഇത് അരി കഴിയുന്നത് വരെ നമുക്ക് വണ്ടോ മറ്റു ചെള്ളുകളോ ഒന്നും അരിയിലേക്കോ ആയാലും പയറുവർഗ്ഗങ്ങളിലേക്കായാലും വരില്ല. മാത്രമല്ല ഇതിൻ്റെ ഇല നമുക്ക് ഉണക്കിപ്പൊടിച്ച് നമ്മുടെ കറികളിലും മസാലക്കൂട്ടിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. കറികൾക്ക് നല്ലൊരു സുഗന്ധവും മസാലയുടെ ആ പൊടിക്ക് നല്ലൊരു മണമൊക്കെ കിട്ടും കേട്ടോ. ഇനി അരികളിലും പയറുവർഗ്ഗങ്ങളിലും വണ്ടുകൾ വന്ന് നിറഞ്ഞു കഴിഞ്ഞാൽ ആ വണ്ടുകളെ നമുക്ക് പൂർണ്ണമായിട്ടും കൊല്ലാൻ പറ്റും. അതിന് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു പാത്രത്തിൽ കുറച്ച് കഞ്ഞിയുടെ വെള്ളമാണ്. നല്ല കട്ടിയുള്ള കഞ്ഞിയുടെ വെള്ളമായിരിക്കണം എടുക്കേണ്ടത്.
ഈ വണ്ടുകൾ പെട്ടെന്നൊന്നും നശിച്ചു പോകാത്തതാണ്. നമ്മളൊന്ന് ചേറിക്കളഞ്ഞാൽ അത് നമ്മൾ വീട്ടിന് പുറത്തൊക്കെ വെച്ചിട്ടാണ് ചേറിക്കളയുന്നതെങ്കിലും പിന്നെ നമ്മുടെ അകത്തേക്ക് തന്നെ വന്നിട്ട് നമ്മുടെ പിന്നെ പയറുവർഗ്ഗങ്ങളിലും മരിയിലും ഒക്കെ വന്നിട്ട് പിന്നെ അത് പെരുകുകയാണ് ചെയ്യുക. അപ്പോൾ നമ്മൾക്ക് ഇതിനെ പൂർണ്ണമായി നശിപ്പിക്കണമെങ്കിൽ നമ്മൾ ചെറിയ ചെറിയ ഇതുപോലെയുള്ള ടിപ്സുകൾ ഉപയോഗിച്ച് തന്നെ നമുക്ക് പൂർണ്ണമായിട്ടും ഇതിനെ നശിപ്പിക്കാൻ പറ്റും. ഇത് ഞാൻ വാങ്ങി വെച്ചതാണ്. പയർ വാങ്ങി വെച്ച് എടുത്ത് വയ്ക്കാൻ മറന്നുപോയി. അപ്പോൾ കുറേ ദിവസം കഴിഞ്ഞപ്പോഴാണ് ഇത് കണ്ടത്. അപ്പോൾ അതിൽ നിറയെ വണ്ടുകളുണ്ട്. അപ്പോൾ ആ വണ്ടുകളെ എങ്ങനെയാണ് നമുക്ക് പൂർണ്ണമായിട്ട് ഇല്ലാതാക്കാൻ പറ്റുമെന്ന് നോക്കാം. ഞാൻ അതിന് നല്ല ഒരു ഗ്ലാസ് കഞ്ഞിയുടെ വെള്ളം, കട്ടി കഞ്ഞിയുടെ വെള്ളമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിന് ശേഷം ഇതുപോലെയുള്ള ഒരു അരിപ്പ വേണം. ഉള്ളൊന്ന് കുറച്ച് ഹോൾസിൽ ഒരു അരിപ്പ വേണം കേട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം. ഇല്ലെങ്കിൽ ഒന്ന് ഇതിൽ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് ചേറി കൊടുത്താൽ മതി. ചേറി കൊടുക്കുമ്പോൾ ആ വെള്ളത്തിൽ തന്നെ ആയിരിക്കണം ഈ വണ്ടുകളൊക്കെ വീഴേണ്ടത്. ഒന്ന് നല്ല പോലെ ഇതുപോലെ ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ ആ വണ്ടുകൾ പൂർണ്ണമായിട്ടും വെള്ളത്തിലേക്ക് വീഴും. ഇപ്പോൾ ഈ വണ്ടുകൾ നമ്മൾ പച്ചവെള്ളമൊക്കെ എടുത്തിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് എങ്കിൽ അതിൽ നിന്നും അത് നീന്തിയിട്ട് വെളിയിലേക്ക് പോയിട്ട് പിന്നെ വീണ്ടും നമ്മുടെ വീട്ടിലെ അടുക്കളകളിലൊക്കെ ഇത് താമസിക്കും. പക്ഷേ കഞ്ഞിയുടെ വെള്ളം, നല്ല കട്ടിയുള്ള കഞ്ഞിയുടെ വെള്ളം ആണെങ്കിൽ അതിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. അത് അവിടെ കിടന്ന് തന്നെ ചത്തുപോകും. അത് കുറച്ച് സമയം നമ്മളിങ്ങനെ വെക്കണം, എങ്കിൽ മാത്രമേ പൂർണ്ണമായിട്ടും ചത്തുപോവുള്ളൂ. പൂർണ്ണമായിട്ടും ചത്തുപോകും. പിന്നെ നമുക്ക് അതിൻ്റെ ശല്യങ്ങളൊന്നും ഉണ്ടാവില്ല. മാത്രമല്ല ഇതുപോലെ നമ്മൾ ചെയ്തെടുക്കുകയാണെങ്കിൽ വണ്ടുകൾ ഈ നമ്മുടെ പരിപ്പിൽ നിന്നും ആയാലും പയർവർഗ്ഗങ്ങളിൽ നിന്നായാലും ഒക്കെ പൂർണ്ണമായിട്ടും മാറിക്കിട്ടുകയും ചെയ്യും. അതിൻ്റെ ചെറിയ ചെറിയ വണ്ടുകളുണ്ടെങ്കിൽ പോലും നമുക്ക് ഇതിൽ നിന്ന് പിന്നെ ഫുൾ എല്ലാത്തിനെയും മാറ്റിയെടുക്കാൻ പറ്റും. കണ്ടില്ലേ, ഇത്രയും വണ്ടുകളുണ്ടായിരുന്നു ഇതിൽ. അപ്പോൾ ഇത് നല്ല പോലെ കണ്ടോ, ഇതെല്ലാം പൊടിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഈ പരിപ്പുകളൊക്കെ പൊടിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് പൂർണ്ണമായിട്ടും നമുക്ക് മാറ്റിയെടുത്തിട്ടുണ്ട്. ഞാൻ എല്ലാം അരിച്ച് കളഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു വണ്ട് പോലും ഇതിലില്ല. ഇപ്പോൾ ഈ കഞ്ഞിയുടെ വെള്ളത്തിൽ മൊത്തം ഈ വണ്ടുകളുണ്ട്. നല്ല കട്ടിയുള്ള കഞ്ഞിയുടെ വെള്ളം ആയതുകൊണ്ട് തന്നെ ഈ വണ്ടുകൾക്കൊന്നും രക്ഷപ്പെടാൻ പറ്റില്ല. ഇതെല്ലാം ചത്തു വീഴും. കണ്ടില്ലേ, ഇത് ഈ വണ്ടുകൾ മൊത്തം നമുക്ക് ഈ പരിപ്പിൽ നിന്ന് കിട്ടിയതാണ്. അപ്പം ഇനി നമുക്ക് ഈ പരിപ്പിലേക്ക് ഞാൻ ഈ തുളസിയുടെ ഇലയാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ കാട്ടു തുളസിയുടെ ഇലയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ഗ്രാമ്പു ചേർത്ത് കൊടുക്കാം. ഗ്രാമ്പു 1-2 ഗ്രാമ്പു എടുത്ത് ഒന്ന് ഒരു നൂലിൽ കെട്ടിയിട്ട് അങ്ങോട്ട് പരിപ്പിലെ പയറുവർഗ്ഗങ്ങൾ ഏതിലും ഇട്ട് കൊടുക്കാം. ഇല്ല എങ്കിൽ ഒന്ന് ചതച്ചിട്ട്, ചെറുതായിട്ട് ചതയ്ക്കാനേ പാടുള്ളൂ, ചതച്ചിട്ട് ഒരു തുണിയിൽ കെട്ടിയിട്ട് ഇതിലിട്ട് കൊടുത്താലും മതി. അപ്പോൾ അങ്ങനെയാണെങ്കിലും ഗ്രാമ്പു അല്ലെങ്കിൽ ഈ ഇല, ഇതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഗുണമായിട്ട് തോന്നിയിട്ടുള്ളത്. മറ്റ് നമ്മൾ വെളുത്തുള്ളി അതൊക്കെ ചേർക്കുമ്പോൾ, വെളുത്തുള്ളി ആയാലും മുളക് പൊടി ആയാലും ഒക്കെ ചേർക്കുമ്പോൾ കുറച്ച് നാളത്തേക്ക് മാത്രമേ അതിൻ്റെ ഗുണം കിട്ടുള്ളൂ. അത് വെളുത്തുള്ളിയൊക്കെ ഒന്ന് ഉണങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ ആ ഗുണമൊക്കെ നമുക്ക് പോവും. പക്ഷേ ഇത് ചേർക്കുമ്പോൾ നമ്മൾ കഴിയുന്നത് വരെ ആ പരിപ്പായാലും പയറുവർഗ്ഗങ്ങളായാലും കഴിയുന്നത് വരെ അതിൻ്റെ സ്മെല്ലുണ്ടാവും ചെയ്യും. മാത്രമല്ല ഈ വണ്ടുകൾ പിന്നീട് നമുക്ക് ഇതിലേക്ക് വരികയും ചെയ്യില്ല. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ.